വി എസ് എന്ന വിപ്ലവ നായകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ വേലിക്കകത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു എന്നൊരു തോന്നലുണ്ടാവില്ല. കാര്യം വി എസിൻ്റെ ജീവിതത്തിലെ ഓരോ തുടിപ്പുകളും വളരെ വ്യക്തമായി വളരെ ജീവനോടെയുള്ള ചിത്രങ്ങളിലൂടെ അത് നമുക്ക് പ്രതിഫലിപ്പിച്ച് തരുന്നു. വി എസിൻ്റെ മകൻ അരുൺകുമാർ നമ്മോടൊപ്പമുണ്ട്. ഈ വേലിക്കകത്ത് വീട്ടിൽ വരുമ്പോൾ വി എസിൻ്റെ ഓർമ്മകളാണ് നമുക്ക് എങ്ങോട്ട് നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ ലളിതകലാ അക്കാദമിക്കാർ അവർ നേരത്തെ വീടിൻ്റെ മുമ്പ് വശത്തെ മതിലായിരുന്നു അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇപ്പോൾ കുറേ ചിത്രകാരന്മാരും കൂടെ ചേർന്നിട്ട് വീടിനകത്തെ ഭാഗങ്ങളിൽ കൂടി നമ്മുടെ ജീവിസുറ്റ കുറേ ചിത്രങ്ങൾ അവർ ഇതിലേതാണ് ഇപ്പം പിന്നെ അരുൺ കാണുമ്പോഴത്തേക്ക് ഇതിൽ എല്ലാം നമ്മുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ? പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒന്നുമില്ല. എല്ലാം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സ്കൂൾ കാലഘട്ടം മുതൽ ഉള്ള എല്ലാം ഉണ്ട്. അച്ഛൻ്റെ ആദ്യകാലങ്ങളിൽ LP സ്കൂളിൽ പഠിക്കാൻ പോയതിൻ്റെത്, അച്ഛൻ്റെ വീടിൻ്റെത്, അത് തുടങ്ങി ജീവിതത്തിലെ പല പല ഏടുകൾ അതുമൊക്കെ തന്നെ അവർ ഭംഗിയായി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ് തരുന്നത്. അതെ, ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിപ്പം നോക്കുമ്പം അച്ഛൻ മതികെട്ടാൻ അങ്ങനെയുള്ള സമരങ്ങൾ, അച്ഛൻ നടത്തിയ ഓരോ സമരങ്ങൾ, അതെ കേരളം ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ അവർ ഭംഗിയായി വരച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ രക്തസാക്ഷി മണ്ഡപത്തിൽ വരുന്നു. ഇനി അവിടെ വരുന്നവർക്ക് വി എസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ഗേറ്റ് ഞാനിതിലെ പാസ് ചെയ്യുമ്പോഴൊക്കെ നോക്കാറുണ്ട്, എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. കാര്യം ആർക്കും എപ്പോഴും വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിൽ വരാം, വി എസിനെ കാണാം. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ ചുടുകാട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് സഹാക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത്. നമ്മുടെ സ്മൃതി മണ്ഡപം തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതിൽ 1-2 ദിവസം കൊണ്ട് അത് തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ അതുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ പ്രതിമ പോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതൊക്കെ എല്ലാം മിനിയേച്ചർ കാര്യങ്ങളാണ്. അതുമൊക്കെ തന്നെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വി എസിൻ്റെ ഓർമ്മകളും വി എസ് ഒരിക്കലും നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ വിട്ട് പോകുന്നില്ല. കാര്യം അത്തരം ഓർമ്മകളൊന്നും ഇനി ഒരിക്കലും ഇതുപോലത്തെ ഒരു ചരിത്രങ്ങളോ സമരങ്ങളോ ഒന്നും ഇനി കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കരുതുന്നില്ല. അല്ല, ഇതുപോലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുണീക്കായുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ആ കാലഘട്ടത്തിൽ മുതൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് പിന്നെ പ്രവലാർ സമരമായാലും അത് കഴിഞ്ഞ് ശ്രീവർഷ, പരിസ്ഥിതി, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുണ്ടായ സമരങ്ങൾ, ഇപ്പോഴും നീതിക്ക് വേണ്ടി ആരുണ്ട്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ അപകടങ്ങളായ ആൾക്കാർക്ക് ആരുണ്ട് എന്നുള്ളൊരു ഒരു ചോദ്യം ഇപ്പോഴും പൊതു സമൂഹത്തിൽ ഉയർന്നു വരുന്നൊരു കാലത്ത് തന്നെയാണ് നമ്മൾ കഴിയുന്നതെന്നുള്ളതാണ് ഇപ്പോഴും ഉള്ളൊരു വിഷയം. വി എസ് എന്താണെന്നറിയാത്ത പുതുതലമുറയ്ക്ക് പോലും ഭാവിയിൽ വി എസിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം ലഭിക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഈ വേലിക്കകത്ത് വീട്ടിലുള്ളത്. ക്യാമറാമാൻ അനസമാനൊപ്പം ഷാജഹാൻ.